അപ്പോൾ നമ്മളെ പോലുള്ള ആളുകൾക്കൊന്നും ഈ ബിസിനസ് ഒന്നും പറ്റില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവര് എപ്പോഴും വീട്ടിൽ വരികയും ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുകയും അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്ന അവസരത്തിൽ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ ആവശ്യമായി വന്നു. അന്ന് പുണ്ണിന്റെ അസുഖം, നമ്മളൊക്കെ ഹോട്ടൽ പണി പുറത്തുനിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ്. ആശാരിപ്പണിയാകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഫുഡും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു പുണ്ണിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ലിവാഗൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റും ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് അത് നല്ലൊരു റിസൾട്ട് കിട്ടുകയും അതെന്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തപ്പോൾ അവരും പറഞ്ഞടാ നല്ല ഉൽപ്പന്നമാണ്, ഇത് എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചു. അങ്ങനെ ഉൽപ്പന്നം ഉപയോഗിച്ച സമയത്ത് ഞാൻ വീണ്ടും എന്നെ പരിചയപ്പെടുത്തിയ ലീഡേഴ്സിനെ വിളിച്ചു. കുറച്ചുകൂടി സാധനങ്ങൾ എനിക്ക് വേണം, ആളുകൾ ഇങ്ങനെ സാധനത്തിന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേസ്റ്റ്, ചാമ്പി തൈലം, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ വീണ്ടും വീട്ടിലേക്ക് വരികയും അങ്ങനെ വീണ്ടും ഉൽപ്പന്നങ്ങൾ തരുന്ന സമയത്ത് വീണ്ടും ഈ ബിസിനസിനെ കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായി അവർ പറഞ്ഞു തന്നു. സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവിടുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ എത്ര വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏകദേശം 17-18 വർഷത്തോളം ആ മേഖലയിൽ ജോലി ചെയ്യുന്നു. എത്ര ലക്ഷം ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനും ഒരു ഷോക്കായി പോയത്. ഇത്ര വർഷം അവിടെ കഠിനാധ്വാനം ചെയ്തിട്ടു ഒരു ബാങ്ക് ബാലൻസ്, ഒരു പാസ്ബുക്ക് പോലും എടുക്കാത്ത എന്നോടാണ് ഈ ചോദിച്ചത് എത്ര ലക്ഷം ബാങ്ക് ബാലൻസ് ഉണ്ട്. അപ്പോ ഫാമിലി ഒക്കെ ഉണ്ടോ, കല്യാണമൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ച് 2 കുട്ടികളൊക്കെ ഉണ്ട്. സാർ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ ആ കുടുംബത്തിൽ വരുമാനം കൊണ്ടുവരുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിച്ചാൽ അതോടുകൂടി ആ കുടുംബത്തിന്റെ വരുമാനം സ്റ്റോപ്പ് ആവും. അപ്പൊ നമ്മള് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു സാഹചര്യമൊക്കെ ഫാമിലിക്ക് വന്നേക്കാം. അപ്പോ അതൊക്കെ പറഞ്ഞു സാർ ഒരുപാട് സത്യസന്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയത്, സാർ പറഞ്ഞത് സത്യമാണല്ലോ. ഇവിടുന്ന് ഒരുപാട് ആളുകൾ, ഞാൻ ഇന്ന് തന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരുപാട് ആംബുലൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. വടകര അന്ന് ശ്രീമണിയിൽ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം നടക്കാറുണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മളെ കുടുംബത്തിൽപ്പെട്ട അല്ലെ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്കാണ് ആ ആക്സിഡന്റ് സംഭവിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം അന്ന് ആലോചിക്കുക എവിടുന്ന് പണം കിട്ടും, എവിടെയാണ്, ആരെ വിളിക്കും നമ്മളിപ്പോ എന്നുള്ളൊരു ചിന്താഗതി. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ എവിടുന്ന് പൈസ ഒപ്പിക്കാം എന്നുള്ളൊരു കാര്യത്തിലായി ചിന്തിക്കുകയുണ്ടായി. പക്ഷെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഏകദേശം ഒരു 12 മണി ഒക്കെ ആയപ്പോഴൊക്കെ ഉറക്കൊന്നും വരുന്നില്ല, ഉറക്കൊക്കെ പോയി. ഇത് കേട്ടപ്പോൾ ഒരു ഫീലിംഗ് ആയി നമുക്ക്. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെട്ട വ്യക്തിയെ വിളിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, സാർ. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു, ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഞാനും ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചത് ഞാനൊരു സാധാരണ മേഖലയിൽ നിന്ന് സാർ വരുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആളുകളോടൊന്നും ഇങ്ങനെ സംസാരിച്ചുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ എനിക്കില്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ്, ബിസിനസ് ഒക്കെ ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല. അവിടെയൊക്കെ കോട്ടും സൂട്ടും കുറെ ആളുകളെ കാണുന്നു, അതുപോലെയൊന്നും നമുക്ക് പറ്റില്ല. അവരൊക്കെ എന്താ പറയാ, നമുക്ക് ആ ഒരു ഫാന്റെ ഇൻസൈഡ് ചെയ്യലോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും നമ്മളില്ല, നമ്മള് നാട്ടും പുറത്താണ്. അപ്പോ കൂടെ വന്ന വ്യക്തി പരിചയപ്പെടുത്തി തന്നൊരു വിശ്വാസം, സാർ കൂടെ നിൽക്കൂ, നമുക്ക് കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം ദൈവം നമുക്ക് കൊണ്ടുവന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ചിലപ്പോൾ ഇത് ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, പ്രാർത്ഥിച്ച കൊണ്ട് മാത്രം കിട്ടണമെന്നില്ല. നമുക്ക് ആ ഭാഗ്യം പ്രാർത്ഥനയോട് കൂടെ ഈ ഭാഗ്യമായിട്ട് വരുന്നതായിരിക്കാം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹം പറയുന്ന കുറച്ച് ചെയ്തു നോക്കാം. എങ്ങനെയായാലും എനിക്ക് അറിയാവുന്ന ഒരു ജോലിയാണ്, എവിടെ പോയാലും ആ ജോലി ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് അവരെ കൂടെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം ഫസ്റ്റിലൊക്കെ 2,10,000 എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശമായിരുന്നു അതൊക്കെ കേട്ട സമയത്ത്. പക്ഷെ ഞാൻ കുറച്ച് ആളുകളോടൊക്കെ പറഞ്ഞ സമയത്ത് എന്നെ അവർ കളിയാക്കുകയും നിനക്ക് വേറൊന്നും പണിയില്ലടാ, വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകണ്ട, ഇങ്ങനെ ഒരുപാട് കമ്പനികളും ഒരുപാട് കാര്യങ്ങളൊക്കെ മുമ്പേ വന്നതാണ്, ഇത് ഇന്നേ ആൾക്കാരൊക്കെ ചെയ്തതാണ്, അപ്പൊ ഇതൊക്കെ നടക്കില്ല, വെറുതെ പറയുന്നതാണ്, നീ ഒന്ന് കണക്ക് കൂട്ടി നോക്ക്, 2,10,000 ഒക്കെ ആഴ്ചക്ക് കിട്ടുകയെന്ന് വെച്ചാൽ മാസം 8,40,000 ഒക്കെ വരുമാനമാവേ ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കുമോ? ഇങ്ങനെയുള്ള കുറേ അഭിപ്രായങ്ങൾ പുറത്തുനിന്ന് വന്നപ്പോൾ ഞാൻ വീണ്ടും ബേക്കിലോട്ടേക്ക് പോവുകയും, ശരിയാണല്ലോ ഇവർ പറയുന്നത്, ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല, ഇത്രയും വലിയ വരുമാനമൊക്കെ ഒരു സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുമോ, ഇതൊന്നും നടക്കില്ല എന്ന് വെച്ച് വീണ്ടും ഞാൻ പിന്നോട്ടേക്ക് വലിയ സമയത്ത് വീണ്ടും അവർ വീട്ടിലേക്ക് വരികയും അവർ കുറെ കാര്യങ്ങൾ കണക്ക് പ്രകാരം അവർ കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എനിക്കതിൽ വിശ്വാസം വന്നു. നമ്മളെ കൂടെ 100 കണക്കിന് ആളുകൾ നമ്മളെ കൂടെ വരുമ്പോൾ നിങ്ങൾ ഇന്ന്
ഞാൻ ഒരു തെറ്റായ ഒരുപാട് ധാരണയുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണ്ടേ, അതൊക്കെ നടക്കില്ല. ഒരുപാട് ആളുകളെ, എനിക്ക് ഇത്ര ആളുകളെ പറ്റൂ, കുറച്ച് കഴിഞ്ഞ ആളുകളൊക്കെ കഴിഞ്ഞു പോവില്ലേ, ഇങ്ങനെ ഒരുപാട് ചിന്തകളായിരുന്നു. പക്ഷെ ഈ ബിസിനസ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു രണ്ട് വ്യക്തികൾ ഈ ബിസിനസ് ഏറ്റെടുത്താൽ ഈ ബിസിനസ്സിൽ കൂടി സക്സസ് ആകാൻ പറ്റുമെന്നും, ആ രണ്ട് വ്യക്തിയെ നമ്മൾ കാണണമെങ്കിൽ 10-100 ആളുകളെ കാണുമ്പോഴാണ് അവർ നമുക്ക് സെലക്ട് ചെയ്ത കുറച്ച് ആളുകളെ കിട്ടുക. അപ്പോ അവർ കൂടി പോകുന്ന ബിസിനസിന്റെ എത്ര ലക്ഷം ടേൺ ഓവർ വന്നാലും അതിന്റെ 12% കിട്ടുമെന്നും, അതോടൊപ്പം തന്നെ ഇത് ആളുകൾ കൂടുന്തോറും അവരുപയോഗിക്കുന്ന, ഇപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ അതിൽ 1 രൂപ കിട്ടിയാൽ തന്നെ ലക്ഷങ്ങൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും മനസ്സിലായപ്പോൾ ഞാൻ പ്ലാനും ഒക്കെ പ്ലാനൊക്കെ ഓക്കെയാണ്, ഇങ്ങനെയാണെങ്കിൽ വരുമാനം ഉണ്ടാവും, കമ്പനിക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തു. അങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് എനിക്ക് ഇത് ചെയ്യണം എന്ന മീറ്റിങ്ങുകൾ പങ്കെടുത്തുണ്ട്. ഞാൻ പറയാണ്, എല്ലാ ആളുകളോടും പറയാം, മീറ്റിംഗ് ആണ് എന്നെ, ഒരു സാധാരണക്കാരനായ എന്നെ ഇന്ന് ഇവിടം വരെ കൊണ്ടുവന്നത്. പ്രോഗ്രാമുകൾ മാത്രമാണ്. എനിക്ക് ആളുകളോട് ഫസ്റ്റ് ഘട്ടത്തിൽ നിന്ന് ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും അറിയില്ല. ബിസിനസ് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അതിലുപരി എനിക്ക് ഒരു ചമ്മലായിരുന്നു ആളുകളോട് പറയാൻ. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും ഞാനിത് പറയുമ്പോൾ. ഒരു പ്രൊഡക്റ്റുമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ കളിയാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മനസ്സിലൊരു ഇതായിരുന്നു. പക്ഷെ ഞാനൊരു കല്യാണ വീട്ടിൽ പോലും പോകുന്ന അവസരത്തിലൊക്കെ എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കാറുണ്ടായിരുന്നു. വൈദ്യർ വരുന്നുണ്ട്, ലാട വൈദ്യർ എന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് ആളുകൾ കളിയാക്കാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വലിയൊരു വിഷമവും, കരഞ്ഞൊക്കെ പോയിട്ടുണ്ട് ആ സിറ്റുവേഷനിലൊക്കെ. അപ്പൊ അവിടെയൊക്കെ പിടിച്ചു നിന്നത് ഇതിൽ കൂടുതൽ മെച്ചപ്പെടാനും അറിവുണ്ടാക്കാനും ഞാൻ ശ്രമിച്ചു. അങ്ങനെ പല മീറ്റുകളും പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്റെ ഓരോ സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ RTP എന്നൊരു പ്രോഗ്രാം, നമുക്കറിയാം, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന RTP എന്ന പ്രോഗ്രാമിൽ വെച്ച് കൂടുതൽ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു. ഓരോ സാധാരണക്കാരനും ഇവിടെ വിജയിച്ച് ലക്ഷങ്ങൾ വരുമാനമാകുന്നത് നേരിട്ട് കണ്ടു, ബോധ്യപ്പെട്ടു. അങ്ങനെ പിന്നീട് തീരുമാനിച്ചു, ഈ ബിസിനസ് ഞാൻ എന്തുകൊണ്ടും ചെയ്യും. ജീവിതത്തിൽ മറ്റുള്ള മേഖലയിൽ എത്ര വർഷം കഠിനാധ്വാനം ചെയ്താലും ജീവിതത്തിൽ ജീവിച്ചു പോകാനേ പറ്റൂ, നമ്മളെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് അവിടുന്ന് കിട്ടി. അങ്ങനെ ഞാൻ മെല്ലെ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ആളുകളോടൊക്കെ പറയും, ഒരുപാട് ആളുകളോട് നമ്മൾ ബിസിനസ് പറഞ്ഞു, അവരെല്ലാവരും ഒന്നും വന്നില്ല. എന്നാലും എന്റെ ഈ ബിസിനസ് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്ന സമയത്ത് ലീഡേഴ്സ് ഒരു അഭിപ്രായം പറഞ്ഞു, സാർ നിങ്ങൾ ഒരു ഹോം ഷോപ്പിംഗ് എന്ന് പറയും, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ വെച്ചിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഹോം ഷോപ്പ് പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹോം ഷോപ്പ്, ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ഒരു ഹോം ഷോപ്പ് പ്ലാൻ ചെയ്തു. ആ ഹോം ഷോപ്പിൽ വെച്ച് വാർഡ് മെമ്പർ ഉദ്ഘാടനം ഒക്കെ ചെയ്തു. അവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഞാൻ എന്താണ് ബിസിനസ് ചെയ്യുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. നല്ലൊരു ബിസിനസ് ആണ് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് മെമ്പർ ആണല്ലോ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. മെമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്ന് ഉദ്ഘാടനം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ കുറച്ചൊരു പോസിറ്റീവിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്നും ഇയാൾ ഇന്നേ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നും ആളുകൾക്ക് മനസ്സിലായപ്പോൾ ആളുകളെ പ്രൊഡക്റ്റിന് വീണ്ടും വരാൻ പല സ്ഥലങ്ങളിലും വിളിക്കാനും ഒക്കെ തുടങ്ങി. പ്രൊഡക്റ്റ് കൂടുതൽ കൂടുതൽ ചെലവാകാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഹോം ഷോപ്പിൽ ഒരു മേഡം വന്ന് നമ്മളെ, എൻ്റെ ഒരു പൊസിഷൻ ലീഡറാണ്, ഗ്രേറ്റ് ലീഡർ ശ്രീജ മാഡം എന്ന് പറയുന്നത്, ഇന്ന് ആർട്ടിസ്റ്റ് എന്ന റാങ്കിൽ എത്തുന്നു. ആ ഹോം ഷോപ്പിൽ വന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവര് ബിസിനസ്സിലേക്ക് കടന്നു. ഇന്ന് ആ ഒരു വ്യക്തിയിൽ കൂടി മാത്രം ഏകദേശം 4 കോടിക്കടുത്ത് ബിസിനസ് കഴിഞ്ഞു. ഏകദേശം 5 കോടിയോളം ബിസിനസ് ആ ഒരു മേഡത്തിലൂടെ എനിക്ക് നേടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇത് 2 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുക എന്നുള്ളത്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ മെല്ലെ മെല്ലെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ആളെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ആ കുട്ടിക്ക്, എന്റെ മകന് പിന്നെ ജലദോഷവും അതേപോലെ മൂക്കടപ്പും ഒക്കെ വന്നപ്പോൾ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ അടുത്തൊരു കപ്പ് സിറപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കപ്പ് സിറപ്പ് വാങ്ങുകയും അങ്ങനെ ഉപയോഗിച്ചു. അപ്പോ 1-2 ബോട്ടിൽ ഉപയോഗിക്കുമ്പോഴേക്കും ആ എന്താ പറയാ, ശ്വാസ തടസ്സമൊക്കെ മാറിക്കിട്ടി. ഒരുപാട് ഡോക്ടറെയൊക്കെ കാണിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങളുടെ അടുത്ത് കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സച്ചിത്ത് ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. ആ ഡോക്ടറൊക്കെയാണ് അദ്ദേഹം സ്ഥിരമായിട്ട് കാണിക്കാറുള്ളത്. അന്നൊക്കെ ഡോക്ടറൊക്കെ പറയുമോ, നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ അമോസിനൊക്കെ അധികം വാങ്ങിക്കൊടുക്കരുത്, വേറെ ആയുർവേദത്തിന് എന്തെങ്കിലും അതൊക്കെ എന്താ പറയാ കൊടുക്കും എന്നൊക്കെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്ത ആ പ്രശ്നം നമ്മളെ കപ്പ് സിറപ്പ് കഴിച്ചപ്പോൾ മാറുകയും, അപ്പൊ അതിൽ വലിയ സന്തോഷമാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം
എന്നോട് കുറച്ചുകൂടി പ്രൊഡക്റ്റ് ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങനെ ഫയലുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും എനിക്കതൊന്നും വ്യക്തമായിട്ട് പറയാനൊന്നും അറിയില്ല. ഫയൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം ചെക്ക് ചെയ്യുകയും ആയുഷ് എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ഞാൻ ആയുഷിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ആയുഷ് എന്താണെന്ന് അറിയില്ല, അതേപോലെ വെൽനസ് എന്താണെന്ന് അറിയില്ല. വെൽനസ് എന്നൊക്കെ പറയും, ആളുകളോട് വെൽനസ് ആണ് ഇത് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് വെൽനസ് എന്നൊക്കെ ചോദിച്ച് എന്നെ പേടിപ്പെടുത്തുകയുണ്ടായി. പക്ഷെ ഞാൻ ആ സമയത്ത് ലീഡേഴ്സിനോട് ചോദിച്ചു, വെൽനസ് എന്താ സാറേ? അപ്പോഴാണ് പറയുന്നത്, വെൽനസ് എന്ന് വെച്ചാൽ നമുക്ക് അസുഖം വരുന്നതിന് മുമ്പുള്ള ചികിത്സാ രീതിയാണെന്നും, ഇൽനസ് എന്ന് പറയുന്നത് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ചികിത്സാ രീതിയാണെന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മെല്ലെ മെല്ലെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കുറച്ച് പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് അദ്ദേഹം സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു സന്തോഷമായി. എന്റെ ഓർഗനൈസേഷൻ 2 ഒരു വ്യക്തി വന്നു. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സാർ ഐഡിയ അടിച്ചാല് പിന്നെ വില കുറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഐഡിയ അടിക്കുന്നത്. അപ്പൊ അദ്ദേഹം വൈഫിന്റെ പേര്, പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ വൈഫിന്റെ പേരിൽ അദ്ദേഹം ഐഡിയ അടിച്ചു. അങ്ങനെ എന്റെ പ്രോഡക്റ്റിലേക്ക് വന്നു. അദ്ദേഹം ഇന്ന് എന്റെ പൊസിഷൻ ലീഡറാണ്. STC എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്നു. RTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹവും ഇന്ന് STC ലീഡറാണ്. ഇന്ന് അദ്ദേഹം കണ്ണൂരൊക്കെ വർക്കിന് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വേറെ അദ്ദേഹത്തിന്റെ കൂടെ വേറൊരു ഉദ്യോഗസ്ഥൻ വന്നു, എയർപോർട്ട് ഉദ്യോഗസ്ഥനാണ്. ഇന്ന് കൽബുർഗി എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് STC ലീഡറാണ്. അങ്ങനെ ആ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ സായിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളും എൻ്റെ കൂടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഒരു സാധാരണക്കാരനായ എനിക്ക്, ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള എൻ്റെ കൂടെ ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളും ഇല്ലാത്ത ആളുകളൊക്കെ ബിസിനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കടന്നു വന്നു. ഞാൻ ആദ്യം ഒന്നും വിചാരിച്ച ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടി. ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും ആളുകൾ എൻ്റെ കൂടെ വരില്ല, ഇതൊന്നും നടക്കില്ല, ഇതൊരിക്കലും ഒരു സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്നതും വലിയൊരു എമൗണ്ട് ആണ്. ഞാൻ പിന്നീട് ബിസിനസ് ഒക്കെ ചെയ്തു വരുമ്പോൾ വിചാരിച്ചു, ഒരു ആഴ്ചയിൽ ഒരു 10,000 കിട്ടിയാൽ മാസം ഒരു 40,000 രൂപയായല്ലോ, തൽക്കാലം അത് കിട്ടിയാൽ തന്നെ ഭാഗ്യാന്നൊക്കെ കരുതി അങ്ങനെ ബിസിനസ് മെല്ലെ മെല്ലെ ഓട്ടോമാറ്റിക് ആയിട്ട് പല സ്ഥലങ്ങളിലേക്കും, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലൊക്കെ ഒരു TC ലീഡർ നമുക്കുണ്ട്, അവിടെ മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. അവിടുന്ന് അവര് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓൾറെഡി പറഞ്ഞാൽ നല്ല നല്ല ബിസിനസ് നടക്കാൻ സാധിച്ചു. ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്ത് നമ്മളൊരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് വന്നാൽ അവിടെ നല്ലൊരു നമുക്ക് എന്ത് കിട്ടും, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അങ്ങനെ അതിൽ കൂടി മെല്ലെ മെല്ലെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൂടെ വന്നു. അങ്ങനെ ചില സമയം ബിസിനസ് സ്ലോപ്പ് ആവും. അപ്പൊ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ആ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യും, അവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെയും എന്താ പറയാ നല്ല രീതിയിൽ വളർത്താൻ സാധിച്ചു. പക്ഷെ ഇതൊന്നും എന്റെ കഴിവ് കൊണ്ടല്ല എന്ന് എനിക്കറിയാം. എന്റെ കൂടെ വന്ന ഇന്ന് ഏകദേശം 6 വ്യക്തിയിൽ കൂടിയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് നെഗറ്റീവുള്ള ആളുകളെ കണ്ടു, ഒരുപാട് ആളുകൾ നോ പറഞ്ഞു. പക്ഷെ അവിടെയൊന്നും എന്തില്ല, തളർന്നില്ല. ഈ ബിസിനസ് എന്റെ യാത്ര എങ്ങോട്ടാണെന്നും ഇത് എവിടം വരെ എത്തും എന്നുള്ളതൊക്കെ ഒരു അറിവ് നമുക്കുണ്ടായി. നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ, ഒരുപാട് നമ്മളൊക്കെ അപ്ലൈൻ ലീഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു, സാർ ഈ ബിസിനസ് ഇപ്പൊ നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിന്റെ ഒരു പോസിറ്റീവിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ ഒരു തിരമാലയിൽ എന്ന പോലെ നിങ്ങൾ ആ തിരമാലയിൽ അങ്ങ് ഒഴുകിപ്പോവും. ഇപ്പൊ പിടിച്ചു നിൽക്കുകയാണ് ആ ബിസിനസ്സിൽ ആദ്യം നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്. അന്നൊക്കെ നമുക്കറിയാം, കൂലിപ്പണിക്ക് പോയാൽ ഒരു 800 900 രൂപയൊക്കെ കിട്ടും. ഫർണിച്ചർ ഉണ്ട്, 3-4 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ. അങ്ങനെയാണ് അതൊക്കെ പിന്നീട് ചെറിയൊരു വരുമാനം കിട്ടിയ സമയത്തൊക്കെ ആണ് അതൊക്കെ മാറ്റിവെച്ച് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ആളുകൾ പറയും, നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് 500 600 800 1000 രൂപയുടെ പണിയെടുക്കുന്ന ആളുകളേക്കും കടന്നു വരിക. അവർ കടന്നു വന്ന് പിറ്റേ ദിവസം പൈസ കിട്ടിയില്ല, അവർ ആ ബിസിനസ് നിർത്തിപ്പോവും. അപ്പൊ പറയും, ഇതൊന്നും നമുക്ക് പറ്റില്ല, ഡെയിലി പോയിട്ടില്ലെങ്കിൽ നമ്മളെ കുടുംബം കഴിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, സാറേ ഇതൊന്നും നമുക്ക് പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി വരുമാനം കിട്ടിയില്ലെങ്കിലൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ അദ്ദേഹത്തോടൊക്കെ പറയും. അപ്പോൾ അവരൊക്കെ പറയും, നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെന്ന് വെച്ചാൽ റീറ്റെയിൽ ചെയ്തിട്ട് പോലും നിങ്ങളുടെ ദിവസം എന്താ പറയാ കൂലി പോലും നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ ഈ ഉൽപ്പന്നം കൊണ്ട് കഴിയും. ഏകദേശം നമുക്കറിയാം 120ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ചെയ്താൽ പോലും ദിവസം 500 1000 2000 നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തിട്ട് പോലും നമുക്ക് വരുമാനം കണ്ടെത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
പിന്നെ അവരോട് ടൈം ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇന്ന് ഏകദേശം ഞാൻ പറയുന്നത് ഏകദേശം 5000-ഓളം ആളുകൾ 1 മണിക്കൂർ പണിയെടുത്താൽ പോലും എന്റെ മണിക്കൂർ ഇന്ന് 5000 മണിക്കൂറാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഈ ബിസിനസ് അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എത്രയോ ആളുകൾ എന്റെ കൂടെ വന്നു. ഞാൻ അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വ്യക്തികളൊക്കെ വേറെ ആരുടെയെങ്കിലും കൂടെ ഈ ബിസിനസ് ചെയ്യുവാൻ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ഇത് ഈ ബിസിനസ് എന്തായാലും പറക്കാൻ പോവുകയാണ്. ഈ ബിസിനസ് വേറെ ലെവലിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കൂടെ ആളുകൾ എവിടെന്നെങ്കിലും കടന്നു വരും. അല്ലാത്ത പക്ഷം ആ ആളുകളൊക്കെ വേറെ ആരുടെയും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് ഏത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, GTS സെന്ററുകൾ, അത് FSS സെന്ററുകൾ, ട്രെയിനിങ്ങൾ, ഒരുപാട് ട്രെയിനിങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ കിട്ടും. അറിവ് കിട്ടിയാൽ നമുക്ക് എന്തൊരു വിശ്വാസം വരും. ആ വിശ്വാസമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, മുമ്പിലോട്ടേക്ക് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഡോക്ടർ മോഹനൻ സാർ കണ്ണൂർ വെച്ചാണ് അറ്റൻഡ് ചെയ്തത്. അവിടെ വെച്ച് സാറ് ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ പറയുന്ന ഇപ്പോ നമ്മുടെ മക്കള് ഒരു ഡോക്ടർ ഭാഗമൊക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ പോലും അവർക്ക് ആ ഡോക്ടർ ഭാഗം പഠിക്കണമെങ്കിൽ നമുക്കറിയാം, ഇന്ന് അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഡോക്ടേഴ്സ് ഇവിടെ ഒരു ചെറിയ ക്ലിനിക്ക് ഇട്ട് അവിടെ വെറും 28,000 30,000 ശമ്പളത്തിനാണ് അവർ അവിടെ വർക്ക് ചെയ്യുന്നത്. മാക്സിമം പോയാൽ ഒരു 50,000 രൂപ മാത്രമേ ആ ഡോക്ടർമാർക്കൊക്കെ കിട്ടുന്നു. ആ ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെലവിട്ട സമയങ്ങളും ദിവസങ്ങളും വർഷങ്ങളും അതോടൊപ്പം തന്നെ എമൗണ്ടുകളും കൂട്ടി നോക്കൂ എന്ന് പറയും. ഏകദേശം കോടികൾക്കടുത്ത് എമൗണ്ട് അവിടെ ചെലവായിട്ടുണ്ടാവും. അത് പെട്ടെന്ന് ഡോക്ടർ നെറ്റ് എഴുതണം. അതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാർ ഒരുപാട് കാര്യങ്ങൾ പറയും. അതൊക്കെ പാസ്സായി വരുമ്പോഴേക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 30,000 50,000 എമൗണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, അതിന്റെ ഒന്നും 1% പോലും റിസ്ക് ഇല്ലാത്ത ഈ മേഖലയിൽ ആഴ്ച വരുമാനം 2,10,000 വരുമാനം കിട്ടുന്ന ഈ മേഖലയിൽ ചെയ്യാൻ ആളുകൾക്ക് പ്രയാസമാണ്. ആളുകൾക്ക് അതിന് അറിവില്ല എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതം, നമ്മൾ ഒരു തിരിച്ചറിവിൽ കൂടിയാണ് മുമ്പിലോട്ടേക്ക് പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ടാകാം, പക്ഷെ നമുക്ക് വേണ്ടത് ഒരു വിശ്വാസവും നല്ലൊരു മനസ്സും വേണം നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ. നിങ്ങൾ എത്ര വിദ്യാഭ്യാസമോ കാര്യമോ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ആളുകളൊക്കെ അംഗീകരിക്കാനുള്ള നല്ലൊരു മനസ്സ് ഏതൊരു വ്യക്തിക്കാണോ ഉണ്ടാകുന്നത്, അദ്ദേഹം ബിസിനസ്സിൽ വലിയ അച്ചീവ്മെന്റിലേക്ക് കടക്കും. നമ്മളൊക്കെ ബിസിനസ്സിൽ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ഈഗോസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഈഗോസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായി ചെയ്യാൻ പറ്റിയ ഇത്രയും അതിമനോഹരമായ ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന നമ്മുടെ ബിസിനസ്. ഈ കമ്പനിയിൽ എത്തിയത് തന്നെ നമ്മളൊക്കെ ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്ന് എവിടെയോ ഇവിടുന്ന് ആശാരിപ്പണി എടുക്കേണ്ട ഒരു വ്യക്തി, ഒരു സാധാരണക്കാരൻ, ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലും അഡ്വൈസറി ബോർഡ് മെമ്പറും ഇത് മന്ത്ലി ഇൻകം എല്ലാ മാസവും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി. ഇന്ന് 2,10,000 ഒക്കെ അന്ന് കേൾക്കുമ്പോഴൊക്കെ ഒരു പേടിയായിരുന്നു. ഇതൊക്കെ ഒരു സാധാരണക്കാരനൊന്നും ഉൾക്കൊള്ളാൻ കിട്ടില്ല എന്നുള്ളത്. പക്ഷെ കമ്പനിയുടെ 467ാമത്തെ വീക്കിൽ എന്റെ അക്കൗണ്ടിൽ വന്നു 2,10,000 എന്ന് പറയുന്ന ആ എമൗണ്ട്. അതൊക്കെ കിട്ടിയ സമയത്തൊക്കെയുള്ള സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ് അന്നുണ്ടായിരുന്നത്. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ഞാനൊരു എന്താ പറയാ പാസ്ബുക്ക് പോലും എടുക്കുന്നത്. ഇതിന്റെ കമ്പനിയിൽ നിന്ന് വന്ന ആദ്യത്തെ ഒരു 1,000 രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്ത സമയത്ത് അത് കൂട്ടുകാരനെ കൂട്ടിപ്പോയിട്ട് അന്ന് ATM നിന്ന് പൈസ എടുക്കുന്നൊന്നും അറിയില്ല. അതൊക്കെ അവർ കാണിച്ചു തന്നു. അങ്ങനെ എടുത്തപ്പോഴാണ് ഇതിൽ നിന്ന് പൈസ കിട്ടും, ഇത് നാളെ 1,000 അല്ലെങ്കിൽ 2,000 മാറ്റണം, ഇത് കൂടുതലേക്ക് കൊണ്ടുവന്ന കൂടുതൽ പൈസ ATM എന്നൊക്കെ വലിക്കാനുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടുമ്പോഴുള്ള ആ ഫസ്റ്റിൽ ഒരു സന്തോഷം ഉണ്ടല്ലോ, അക്കൗണ്ടിൽ കൂടി പണം ഈ മൈ ലൈഫ് സ്റ്റൈലിൽ നിന്ന് എടുക്കുമ്പോൾ. അങ്ങനെ എന്ത് ചെയ്തു, അതിൽ നിന്നൊക്കെ പണം അങ്ങനെ കൂടുതൽ 2,10,000 വന്നപ്പോൾ അത്രയും എമൗണ്ട് ആദ്യമായിട്ടാണ് ഒരു വീക്കിൽ, ഒരാഴ്ച 2,10,000. ഞാനിവിടെ വർഷങ്ങളോളം പണിയെടുത്തിട്ട് പോലും എനിക്ക് മിച്ചം വെക്കാൻ പറ്റിയില്ല. ഈ 2,10,000 അടുത്ത് പോലും എത്താൻ പറ്റിയില്ല. നമുക്കറിയാം ഒരുപാട് സാധാരണക്കാര് ബിസിനസ്സിൽ ഉണ്ടാവാം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ എത്ര വർഷമായി ജോലി ഇന്ന് ഈ മേഖലയിൽ, നിങ്ങളുടേതായ മേഖലയിൽ ജോലി ചെയ്യുന്നു, ഇന്ന് എത്ര ലക്ഷം നിങ്ങളെ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. നമ്മള് ജസ്റ്റ് ഓരോ ദിവസം ചെറിയൊരു പൈസ പോലും, ഒരു 200 രൂപ പോലും മിച്ചം വെച്ചാൽ പോലും 1 വർഷം 2 വർഷം കൊണ്ടോ നമുക്ക് 2,10,000 എത്തിക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഈ ബിസിനസ്സിൽ ഒരു വീക്കിൽ
2,10,000 എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. 1,93,282 രൂപ TDS ടാക്സ് ഒക്കെ കഴിച്ചിട്ട് വൈറ്റ് മണി ആയിട്ടാണ് നമ്മളെ അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ അന്ന് കിട്ടിയ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ സാധിച്ചത് എൻ്റെ ഒരു കഴിവല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ഒരു വ്യക്തിയുടെ കഴിവായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്. കൂടെ വന്ന ആളുകളൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പല്ല് തേക്കുകയും കുളിക്കുകയും പാത്രം കഴുകുകയും ഒക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോഴാണ് ആ അക്കൗണ്ടിൽ, എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ക്രെഡിറ്റ് ആയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് വിറ്റവർ മാത്രമേ ലോകത്ത് രക്ഷപ്പെട്ടിട്ടുള്ളൂ, വാങ്ങിയ ആളുകൾ ആരും രക്ഷപ്പെട്ടില്ല. നിങ്ങളെ വീട്ടിലുള്ള എന്തൊരു ഉൽപ്പന്നം എടുത്തു നോക്കിയാൽ ആ വിൽക്കുന്ന ആളുകളൊക്കെ ഇന്ന് കോടികൾ വരുമാനം വന്നു, കോടീശ്വരന്മാരിലൊക്കെ ജീവിക്കുന്നു. പക്ഷെ വാങ്ങിയ ആരും രക്ഷപ്പെട്ടില്ല. ഞാൻ ആളുകൾ കളിയാക്കുമ്പോഴേക്കും വൈദ്യരെന്നൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വന്നത്, നിങ്ങൾ വാങ്ങിക്കോ, നിങ്ങൾ വാങ്ങാനുള്ളതാണ്, വിൽക്കുന്ന ആളുകളെ രക്ഷപ്പെട്ടുള്ളൂ. എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. അല്ലെങ്കിൽ അവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഉത്തരങ്ങളുണ്ട്. എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള ഉത്തരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് നല്ല സന്തോഷമായിട്ട്, നല്ല സത്യസന്ധമായ ഒരു ബിസിനസ് ആണ് നമുക്ക് കിട്ടിയത്. അത് മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാളെ പോലും നമ്മൾ ചീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഉൽപ്പന്നം കൊടുക്കുന്നു, അതിൽ നിന്ന് പൈസ വാങ്ങുന്നു. ഇന്നിവിടെ പല ബിസിനസ്സും നോക്കൂ, കഞ്ചാവ്, മയക്കുമരുന്ന് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റിട്ട് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും നല്ല മനോഹരമായ ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയും ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ മാറി കിട്ടുകയും പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് നമ്മളെ റിസൾട്ട് ഒക്കെ പറയുന്ന വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഈ ഗൂഗിൾ മീറ്റിൽ നമുക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ റിസൾട്ടുകളൊക്കെ കിട്ടിയത് പ്രൊഡക്റ്റ് എത്തിച്ചിട്ടാണ്. നമുക്ക് അപ്പൊ അതിൽ കിട്ടുന്ന സന്തോഷം, ആളുകൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായ ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ കയ്യിലുള്ളത്. അത് നമുക്കറിയാം, നമ്മളെ എലമെന്റ്സ് ഓൺ ആൻഡ് ഓൺ, അതേപോലെ തന്നെ ഉള്ള ഉൽപ്പന്നങ്ങൾ, വെൽനസ് പ്രൊഡക്റ്റുകൾ, അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലുപരി പല സ്ഥലങ്ങളിൽ ഈ ബിസിനസ്സിൽ കൂടി ഒരു സാധാരണക്കാരനായ എനിക്ക് ഗോവയിലൊക്കെ പോകാനും താജ് ഹോട്ടലിലൊക്കെ താമസിക്കാനും ബിസിനസിന്റെ ഭാഗമായിട്ട് പോകാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ NDCMO മീറ്റിംഗ്, NDCMO ആയതിനു ശേഷം ഫസ്റ്റ് എൻ്റെ കൺവെൻഷൻ വരുന്നത് ബോംബെയിലാണ്. അപ്പോൾ സാധാരണക്കാരനായി എനിക്ക് ബോംബെയിൽ പോകാനും അവിടെ ആ മീറ്റിംഗ്, NDCMO മീറ്റിംഗിൽ പങ്കെടുക്കാനും, കമ്പനിയുടെ എന്താ പറയുക NDCMO മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ ആണ് ഈ ബിസിനസിന്റെ വലിപ്പം കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവുന്നത്. ആ NDC എന്ന റാങ്കിൽ എത്തി ആ മീറ്റിംഗ് പങ്കെടുത്തപ്പോഴാണ്. അവിടെ നമ്മൾ ഡോക്ടർ DB അനന്തനാരായണ സാറെ കാണാൻ സാധിച്ചു, KC ഗരുഡൻ സാറെ കാണാൻ സാധിച്ചു, നമ്മുടെ മറ്റു ഒട്ടനവധി ലീഡേഴ്സിനെ കാണാൻ സാധിച്ചു. അവരൊക്കെ പറഞ്ഞ ആ വാക്കുകൾ ഈ ബിസിനസിന്റെ വലിപ്പം എവിടെ എത്തുന്നു എന്നുള്ളത് ആണ്. ഈ ബിസിനസ് അത്രയും വലിയ രീതിയിലേക്ക് പോകാൻ പോകുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനം ഒന്നും വെറും എന്താ പറയാ മാച്ചിങ് വരുമാനം ഒന്നല്ല, ഇതിന്റെ റാങ്ക് ഇൻകമാണ് ഏറ്റവും വലുത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അപ്പം ബിസിനസ് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യും, ഒരു അടുപ്പവും ഈ ബിസിനസ് എന്ത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും വിട്ടു കൊടുക്കില്ല എന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ ഉറപ്പിക്കാനൊക്കെ പറ്റിയത് കമ്പനിയുടെ ഇങ്ങനെയുള്ള മീറ്റിംഗ് പോയപ്പോഴാണ്. അപ്പോ നമുക്കറിയാം പ്രതിസന്ധികളൊക്കെ വരാം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും അതിന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതിന്റെ പേരാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതം പ്രതിസന്ധി മാത്രം ഉണ്ടാകുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ ഓപ്പർച്യൂണിറ്റി ജീവിതം കിട്ടിയ സമയത്ത് നമ്മൾ വീണ്ടും മുമ്പിലോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയാ പോരാടി തന്നെ മുമ്പോട്ടേക്ക് പോവാ. പോരാടുമ്പോൾ പറ്റുന്നത് വരെ പോരാടാനല്ല, ജയിക്കുന്നത് വരെ പോരാടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് ജയിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, പോരാടിക്കൊണ്ടിരിക്കണം. പ്രശ്നങ്ങളൊക്കെ നമ്മളെ മുമ്പിലേക്ക് വരും, അതിനൊന്നും വിട്ടുകൊടുക്കാതെ നമ്മൾ മുമ്പിലോട്ടേക്ക് പോകും. നമുക്കറിയാം, നമ്മള് പല മേഖലയിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും, പക്ഷെ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ ഒന്നിച്ച് ഒരു ടീം വർക്കായിട്ട് ഒരു ഐക്യത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്നത് ആർക്കാണോ അവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളറിയാം, ഒരു കുടുംബത്തിലെ ഏട്ടനനിയന്മാർ തന്നെ വ്യത്യസ്ത സ്വഭാവക്കാരായി. അപ്പോൾ പല വീട്ടിൽ നിന്ന് വരുന്ന ആളുകൾ വ്യത്യസ്തമാവും. ഈ വ്യത്യസ്തമായ ആളുകളെയൊക്കെ നമ്മൾ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് അവരൊക്കെ
ഒക്കെ ഒന്നിച്ചുകൊണ്ട് ഏത് ലീഡറാണോ പോകാൻ സാധിക്കുന്നത് അവരെ ഒക്കെ പെട്ടെന്ന് തന്നെ അച്ചീവ്മെന്റിലേക്ക് എത്തുകയും വളരെ നല്ല വരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഇവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഞാൻ നോക്കിയിട്ട് ഈ ബിസിനസ്സിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കൂടെ വരുന്നവരെ കൂടെ പിറപ്പായിട്ട് കൊണ്ടുപോകാനും അവർക്കൊക്കെ വരുമാനം വാങ്ങിക്കൊടുക്കാനും അപ്ലൈൻ ഡൗൺലൈൻ ലീഡേഴ്സ് ഒക്കെ നല്ല ബന്ധങ്ങളുണ്ട്. റിലേഷൻഷിപ്പ് ആർക്കാണോ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല മനസ്സ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല രീതിയിൽ ബിസിനസ്സിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യണം, നല്ലൊരു മനസ്സ് ഈ ബിസിനസ്സിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് ഇത്രയും വർഷത്തിൽ കിട്ടിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഒരുപാട് ആളുകളെയൊക്കെ കാണുന്നുണ്ട്, അവരൊക്കെ നല്ലൊരു വിദ്യാഭ്യാസമുണ്ട്, നല്ല ട്രെയിനറാണ്, നല്ല മോട്ടിവേഷനാണ്, പക്ഷെ അവർക്കൊന്നും എല്ലാവർക്കും ഒന്നും ടീം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്ന, എല്ലാവരെയും കൂടി ഒന്നിച്ച് മിങ്കിളായിക്കൊണ്ട് കൊണ്ടുപോകുന്ന, ആർക്കും ഒരു പ്രശ്നമോ എന്ത് പ്രശ്നം വന്നാലും അവിടെ ഇടപെട്ട് അത് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾക്ക്, നല്ല കൂടപ്പിറപ്പിനെ പോലെ സ്നേഹബന്ധങ്ങൾ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഈ ബിസിനസ് വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. അതാണ് എന്നെ ഇത്രയും വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ കൂടെ വരുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അവർ ചിലപ്പോൾ നമ്മളെ വഴക്ക് പറഞ്ഞേക്കാം, പക്ഷെ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുക. അവരെ കറക്റ്റ് ചെയ്ത് ബോധ്യപ്പെടുത്തി മുമ്പിലോട്ടേക്ക് കൊണ്ടുപോവുക, അവർക്കൊരു വരുമാനം സെറ്റ് ചെയ്യുക. പ്രോഗ്രാമുകൾ എവിടെയുണ്ടോ, നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കണം സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെ പ്രോഗ്രാം ഉണ്ടോ, ഞാനൊക്കെ ഇവിടെ നിന്ന് വയനാടൊക്കെയാണ് പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനൊക്കെ പോയത്. ആ സമയത്ത് നിങ്ങൾക്കറിയാം, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പേ ഈ ബിസിനസ് വലിയൊരു നെഗറ്റീവായിരുന്നു, ഇത്രയൊന്നും പോസിറ്റീവ് ആയില്ല. അവിടെ നമ്മൾ പിന്നെ ഇങ്ങനെ ആളുകളോട് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞയച്ച ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഇതൊക്കെ മരുന്നൊക്കെ കൊണ്ടുവെക്കാൻ നിങ്ങളാരാ, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ ഓടിച്ചിട്ട ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ ഈ ബിസിനസ് പിടിച്ചു നിന്നിട്ടുണ്ട്, ഇതിന്റെ സാധ്യത കണ്ടിട്ടാണ്. അപ്പൊ ഇന്ന് എത്രയോ സിമ്പിൾ ആണ് ഈ ബിസിനസ് ചെയ്യുക. ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഒരുപാട് എന്താ പറയാ തെളിവുകൾ കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 ലക്ഷം വാങ്ങിയ ഇഷ്ടം പോലെ ആളുകൾ നമ്മളെ എന്താ പറയാ മൈ ലൈഫ് സ്റ്റൈലിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഇത്ര മനോഹരമായ അവസരമാണ് ഇന്ന് നമ്മളെ കയ്യിലുള്ളത്. അന്നത്തെ പോലെ ഒന്നുമില്ല. അന്നാ ഇന്നത്തെ ആളുകൾക്കൊക്കെ ബിസിനസ് പല ആളുകൾക്കും കിട്ടുന്നെങ്കിൽ അവിടെ വെച്ച് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഇന്ന് അതൊന്നുമല്ല, ഇന്ന് ബിസിനസിന്റെ ലെവലേ മാറി. നമ്മൾ ആരെയും പറ്റിക്കുന്നില്ല, പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ പഠിക്കാഞ്ഞിട്ടാണ്, പിന്നെ ആളുകൾ കളിയാക്കുന്നുണ്ടോ എന്ന് തോന്നുമ്പോഴാണ് പല ആളുകളും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചായ പഠിക്കുക, അപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുക. ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ പ്രോഗ്രാമുകളിൽ എത്തണം. ഞാൻ ഫസ്റ്റിലൊക്കെ RTP അറ്റൻഡ് ചെയ്തത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മുബീൻ മുഹമ്മദ് സാറിന്റെ ഒരു RTP ആണ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത്. ഇത് കണ്ണൂർ ജില്ലയിലെ പൈതൽമല എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചതും. അവിടെ വെച്ച് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ പെട്ടെന്നൊന്നും റാങ്കിലേക്ക് വന്നല്ല. ഒരു TC ഒക്കെ ആണ്, ഞാൻ 1 വർഷമൊക്കെ എടുത്തു TC ആവാൻ വേണ്ടി. 1 വർഷമൊക്കെ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്കുള്ള വേറൊരു പ്രശ്നം വെച്ചാൽ, ഞാൻ സ്റ്റേജിൽ അങ്ങനെ കയറാനില്ല. ഞാൻ സ്റ്റേജിൽ എന്റെ ലീഡറോട് ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ സ്റ്റേജിലേക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അന്നൊക്കെ പേടിയാണ് എനിക്ക്, ആളുകളുടെ മുമ്പിൽ സംസാരിക്കണ്ടേന്നൊക്കെ പറയുമ്പോൾ ബിസിനസ് നിർത്തിപ്പോവും. അപ്പം പറയും, നിങ്ങൾ അത് ചെയ്യേണ്ട സാർ, നിങ്ങൾ വാ എന്നൊക്കെ പറയും. TC ആയ സമയത്ത് എനിക്ക് പേടിയാണ് സ്റ്റേജിൽ കയറുന്നത്. ഞാൻ TCന്റെ റാങ്കൊക്കെ വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാമിന്റെ ഹാളിൽ പോലും കയറാനുള്ളൂ. അത്രയും എന്താണ് പേടിയായിരുന്നു ആളുകളെ സംസാരിക്കാനും ഇതൊക്കെ. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ടുവന്നത് ഓരോ ഹോം മീറ്റിങ്ങുകളിൽ കൂടി വീട്ടിൽ 3-4 ആളുകളോട് സംസാരിച്ചു, നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു മെല്ലെ മെല്ലെ മാറ്റിയിട്ടാണ് അതൊക്കെ കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഇൻസൈഡ് ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മടിയായിരുന്നു. ഇൻസൈഡ് ആക്കിയിട്ട് ആളുകൾ എടുത്ത് പോകുമ്പോൾ അവർ നമ്മളെ കളിയാക്കും. അതുകൊണ്ട് ഇവിടുന്ന് ഇൻസൈഡ് ആക്കില്ല, വീട്ടിൽ നിന്ന് അവിടെ പ്രോഗ്രാം സെന്ററിൽ എത്തി അവിടെ ഹാളിൽ നിന്ന് താഴെ നിന്ന് മാത്രമേ ഇൻസൈഡ് ആക്കിയിട്ട് മേലേക്ക് കയറും. പിന്നീട് അത് കഴിഞ്ഞാൽ അത് അയച്ചിട്ടിട്ട് നേരെ വീട്ടിലേക്ക് വരും. അങ്ങനെയായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളൊരു ചെയ്യാത്ത ഒരു മേഖല ഇത് നമുക്ക് അന്ന് എന്താ പറയാ ഒരു ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയുള്ളൊരു ചിന്താഗതി. പിന്നീട് അതൊക്കെ മെല്ലെ 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 മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇപ്പൊ ഇൻസൈഡ് ആക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മൾ എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിയെ മാറ്റിക്കൊണ്ടു വരുന്നത്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങളൊക്കെ പറയും, കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, എന്തായാലും അവിടെ ലുക്ക് കണ്ടാൽ പോരണോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പോക്കും വരുത്തും ഒക്കെ കണ്ടാൽ തന്നെ പോലെ അവർ ഇത്ര മാറി ഇവിടെ ലുങ്കി മുണ്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകൾ
ഇപ്പൊ നോക്കുന്ന അവരെ പോക്കൊക്കെ നോക്കിയാൽ എന്തൊരു മാറ്റമുള്ളത് എന്നൊക്കെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. ആ ഇൻസൈഡൊക്കെ ആക്കി നമ്മൾ ചെയ്തു. മൊത്തം എന്താ പറയാ, അന്നത്തെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് വളർത്തിയിട്ടൊക്കെയാണ്, അതൊക്കെ മാറ്റി ടിപ് ടോപ്പിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ അങ്ങനെ ഇൻസൈഡൊക്കെ ആക്കിയിട്ട് ഒരു ദിവസം ഒരു ടൗണിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു മഴ ഉള്ള ദിവസമാണ് അന്ന്. നമുക്കറിയാം നമ്മളെ ടാറിന്റെ ബീപ്പ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിന്റെ അകത്ത് പിന്നെ ഒരു എന്താ പറയാ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് അവർ മഴയത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിലൊക്കെ വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ആ ടാറിന്റെ ബീപ്പയിലേക്ക് നോക്കിയ സമയത്ത് ഒരുപാട് കൃമികൾ ഇങ്ങനെ കളിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത സമയത്ത് അത് കടക്കാരൻ കണ്ടു. അയാള് ഇത് കണ്ട സമയത്ത് എവിടെയോ ഒരു ബൈക്കും എടുത്ത് പോയിട്ട് അത് പെട്രോൾ വാങ്ങിയിട്ട് ആ വെള്ളത്തിൽ ഒഴിക്കുകയോ അതിന് തീ കൊടുത്തു. അപ്പൊ ഇത് എന്തിനാ അയാൾ കൊടുത്തതെന്ന് ഞാൻ, അയാൾ വിചാരിച്ചത് ഞാനേതോ ഓഫീസറോ എന്തോ ആണെന്നാ വിചാരിച്ചത്. അപ്പൊ ഞാൻ അവിടുന്ന് എന്തായാലും മുങ്ങി. നമുക്കറിയാം നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ആണല്ലോ. അപ്പോ ഒരു ഹോട്ടലിൽ പോയാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഡ്രസ് കോഡ് കൊണ്ടുള്ള ഗുണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ഹോട്ടലിൽ പോയ സമയത്ത് അവര് വേഗം നമുക്ക് സ്പെഷ്യലായിട്ട് വെള്ളം എടുത്തു തരാൻ 3-4 ആളുകൾ നമ്മൾ പോയതാണ്. ഇവർക്ക് ആരാന്നും അറിയില്ല. അപ്പോ ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് വേറെ ലെവലാണ്. അതൊക്കെ ബിസിനസ്സിൽ വന്നിട്ടാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റിയത്. എന്നാലും നാട്ടിൻപുറത്തുള്ള നമുക്ക് ഇങ്ങനെ ഇൻസൈഡ് ചെയ്യണം, ഇതൊക്കെ ഇൻസൈഡ് ഒക്കെ ചെയ്യണമെന്ന് ഫസ്റ്റിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ് പോലും ചെയ്യില്ല. എന്തുകൊണ്ടാ, നമുക്കത് പറ്റില്ല. അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് അവർ ഓട്ടോമാറ്റിക് എന്താ അതിലേക്ക് എത്തിപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ഹോം ഷോപ്പിൽ വെച്ചൊന്നും നമുക്ക് പിന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നൊക്കെ പോവല്ലോ പേരുകളൊക്കെ. അപ്പൊ ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ടുവരും. നമുക്കറിയാം ഏതൊരു വ്യക്തിയും തെറ്റ് പറ്റും, വീണ്ടും അത് ആവർത്തിക്കാതെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. ഇന്നും ഒരുപാട് ആളുകൾ ബൈക്കിലേക്ക് വാങ്ങി. അങ്ങനെ 2,10,000 ഒക്കെ വരുമാനം ഞാൻ വാങ്ങിയ സമയത്ത് ഒരു 4 വീലർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നില്ല ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ. ആശാരിപ്പണി മേഖലയിലും ഒരു ഹീറോ ഹോണ്ട ബൈക്കാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ പോലും ഫുൾ ടാങ്ക് എണ്ണ പോലും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും വർഷമായിട്ട് പോലും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് മെല്ലെ കടന്നു വന്ന് മെല്ലെ മെല്ലെ ബിസിനസ് ഡെവലപ്പ് ആകാൻ തുടങ്ങി. അങ്ങനെ ഒരു പൾസർ ബൈക്കിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു. ഞാൻ ഒരു കാറ് പോലും നോക്കാറില്ല. എന്തുകൊണ്ട്, അതൊന്നും നമുക്ക് നടക്കില്ല. അപ്പൊ കാറിനെ നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ ഈ ബിസിനസ്സിലേക്ക് വന്ന് ഒരുപാട് നമ്മളുടെ മനസ്സിന്റെ ഒക്കെ വലിപ്പം കൂട്ടി ഒരു വണ്ടിയിലേക്ക് മാറണം. പിന്നീട് വണ്ടി മെല്ലെ മെല്ലെ ശ്രദ്ധിക്കാൻ തുടങ്ങി ബിസിനസ്സിൽ വന്നുകൊണ്ട്. അങ്ങനെ ഒരു ഹുണ്ടായി വെന്യൂ എന്ന ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടി എനിക്ക് ഈ ബിസിനസ്സിൽ കൂടി സ്വന്തമാക്കാൻ സാധിച്ചു. ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത എനിക്ക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാൻ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് ഇടുക്കി, അടിമാലി എന്നുള്ള സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയി. ഈ ബിസിനസ് കൂടി തന്നെയാണ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു, ലൈസൻസ് ഒക്കെ വാങ്ങിയതൊക്കെ ഈ ബിസിനസ്സിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ടീമുണ്ട്, അവിടെയൊക്കെ GTS നടക്കുന്നു. അവിടെയൊക്കെ പോകാനും ഒക്കെ ഗൂഡല്ലൂര്, കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനും. അപ്പൊ ഇന്ന് നമുക്കറിയാം ബിസിനസ്സിലേക്ക് വരുന്ന ഒരു ജോളി ബിസിനസ് ആയിട്ടാണ് ബിസിനസ് മാറുന്നത്. നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച് തന്നെയാണ് ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. എത്രയോ തവണ ഇത് കിറ്റ് ചെയ്താലോ, നിർത്തിയാലോ, ഇത് എനിക്ക് നടക്കില്ല എന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, അന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ റാങ്കും ഇന്നത്തെ ടീമും ഒന്നും ഉണ്ടാവില്ലെന്നും. ഇന്ന് നിർത്തിപ്പോയ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട്, കൂടെ വന്നിട്ട് നിർത്തിയ ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് കരയാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, നിർത്തിയ ഒരുപാട് ആളുകൾ ബിസിനസ്സിലുണ്ടാവാം. അത് പ്രൊഡക്റ്റ് ഗുണമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ചിലപ്പോൾ അവർ തമ്മിലുള്ള ഈഗോസ് കൊണ്ടും ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു പോയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരാൾ പോലും ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇത്ര മനോഹരമായ ഏതൊരു സാധാരണക്കാരനും രക്ഷപ്പെടാൻ പറ്റിയ ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ഏതറ്റം വരെയും നിങ്ങൾ പോകണം, അവിടെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. പിടിച്ചു നിൽക്കുക. ഇതിന്റെ അവസരം നമ്മളെ കമ്പനി തന്നെ പറയുന്നു 2% പോലും ആയിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഒരു 5-10% ആകുമ്പോഴേക്കും നിങ്ങളൊക്കെ എവിടെ എത്തുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പിൻ ടു പ്ലെയിൻ ആണ് കമ്പനി പറയുന്നത്. 1000-ഓളം പ്രൊഡക്റ്റുകൾ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. 2030 ആകുമ്പോഴേക്കും 1000-ഓളം പ്രൊഡക്റ്റാ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം എത്ര ഉണ്ടാവും?
ഒരു 10-200 നമ്മൾ എണ്ണുമായിരിക്കും. പക്ഷെ 1000-ഓളം പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് എത്തും. ഇതൊക്കെ വലിയ ഡിമാൻഡിലേക്ക് എത്തും. അപ്പോഴൊക്കെ നിങ്ങളുടെ ടേൺ ഓവറും നിങ്ങൾക്കൊക്കെ ലക്ഷങ്ങളും വരുമാനത്തിലേക്ക് എത്തിപ്പെടും. നമ്മൾ നോക്കണ്ടേ, ഇനി വരുന്ന ആളുകളൊക്കെ നിങ്ങളുടെ നാട്ടിലെ ഇന്ന് നിങ്ങൾ വിളിച്ചിട്ട് വരാത്ത ആളുകളൊക്കെ ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ അച്ചീവ്മെന്റ് കണ്ടിട്ടാണ്, അല്ലാതെ ബിസിനസ് കണ്ടിട്ടായിരിക്കണമെന്നില്ല. നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും ടോപ്പ് നല്ലൊരു അച്ചീവർ ആയിരിക്കും നിങ്ങൾ. അത് കണ്ടിട്ടാണ് ആളുകളൊക്കെ ഇനി നിങ്ങളോട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസിനസ് അവസരം ജീവിതത്തിൽ വേറെ ഒന്നും കിട്ടില്ല. അത്ര ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്. പക്ഷേ ഈ ബിസിനസിനെ കുറിച്ച് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവർ നെഗറ്റീവ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 1 മാസം മുമ്പ് എൻ്റെ ഒരു RTP കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ RTPയിൽ ഞാൻ കുറച്ച് ദൂരെ ഇടുക്കിയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പല സ്ഥലങ്ങളിലെ ആളുകൾ, ഒരു ഓഫീസറാണ് വന്നത്. അവരൊക്കെ ബിസിനസ് കുറെ സമയം പുറത്തായിരുന്നു. അവർക്ക് ടൂർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹമൊക്കെ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലാസ്സിന് കടന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരിക്കാൻ പറഞ്ഞ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സോമകുമാർ സാറാണ് ഇന്നത്തെ GTC ലീഡർ. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ആയിരുന്നു. ആ സെഷനിൽ അവിടെ ഇരുന്നപ്പോൾ അവരുടെ വരുമാനവും കാര്യങ്ങളും അതേപോലെ GST ബില്ലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് അവർ ഷോക്കാവുന്നത്. ഇത്രയും വരുമാനം കിട്ടുന്ന, ഇത് ലൈവായിട്ട് നമുക്ക് കാണിച്ചു തന്നൊരു ബിസിനസ് അവസരം. അപ്പോൾ അദ്ദേഹം എന്തായി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറയുന്നത് ആളുകൾക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അവരെ ഒരു കൗശലത്തോടു കൂടി അവിടെ പ്രോഗ്രാമിൽ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പറയില്ലേ, ഒരു കൊതുകിനെ കൊല്ലുമ്പോൾ നമ്മൾ ഇത്ര റിസ്ക് എടുക്കണം അല്ലെ? കൈ ഇളകാതെ നോക്കണം, കൈ മെല്ലെ മെല്ലെ പൊന്തിച്ചു കൊണ്ടുവരണം, മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ കറക്റ്റ് പാകത്തിനാക്കി വെക്കണം. എന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ കൊല്ലുന്നത്. അതുപോലെ ഈ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൗശലവും ബുദ്ധിയും നിങ്ങളെ യുക്തിയും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒരാളെ ബിസിനസ്സിലേക്ക് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കേണ്ടത്. ആ പ്രോഗ്രാമിൽ ക്ഷണിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ബിസിനസ് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അവിടെ വെച്ച് അവർ സ്റ്റാർട്ട് ചെയ്യും ബിസിനസ്. അതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്യുക ആളുകളെ. അതിന് ക്ഷണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എങ്ങനെ ക്ഷണിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളൊരു ബുദ്ധിയും കൗശലവും ഉപയോഗിച്ച് അവിടത്തേക്ക് ക്ഷണിക്കുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് പറയാണ്ട്. ഇതൊരു ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയൊന്നും ഇതിലേക്ക് കടക്കാൻ പറ്റില്ല. ഇപ്പോൾ അച്ഛൻ മരണപ്പെട്ടിട്ട് ഏകദേശം 2 മാസം ആവാൻ പോകുന്നതേ ഉള്ളൂ. സ്ട്രോക്ക് വന്നതാണ്. ഇതിന്റെ ഇടയിൽ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അതവിടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പൊ വീണ്ടും സ്ട്രോക്കും അറ്റാക്കും കൂടി വന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ കിടക്കുന്ന അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ ഞാൻ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പൊ അനിയനും ഞാനും മാത്രമേ ഉള്ളൂ, 2 പേരാണുള്ളത്. അപ്പൊ ഞാൻ അവിടെ തന്നെയാണ്. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ആശാരിപ്പണി മേഖലയിലായിരുന്നുവെങ്കിൽ മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്നു, ICUവിൽ കിടന്നു കുറേ ആഴ്ചകളോളം, എൻ്റെ വരുമാനം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഈ ബിസിനസ് ചെയ്തതും ഈ ബിസിനസ്സിൽ ആരുടെയോ ഭാഗ്യം കൊണ്ട്, ഫാമിലിയുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് എത്തിപ്പെട്ടതുകൊണ്ട് എല്ലാ ആഴ്ചയും എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അവർക്കൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത് ജോലിക്ക് പോകാൻ പറ്റില്ല, അവിടെ നിൽക്കേണ്ടി വരും. അപ്പോ പൈസയൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കും എന്നുള്ള പല ചിന്തയാണ്. പക്ഷെ എനിക്ക് ആ പൈസയുടെ കാര്യത്തിനൊന്നും ചിന്തിക്കേണ്ട വന്നില്ല. അതൊക്കെ എല്ലാ ആഴ്ചയും വരുമാനം, ചെറുതും വലുതുമായിട്ടുള്ള വരുമാനങ്ങൾ വന്നുകൊണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായ അവസരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ജോലി ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ വരുമാനം സ്റ്റോപ്പായി. നമ്മളെ ഫാമിലി മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് കൈനീട്ടേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്ലൈ ലീഡേഴ്സ് ഒക്കെ പറയുന്നത്, ബെന്നി സാറൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്താണ്. നിങ്ങളൊക്കെ ലീഡേഴ്സ് ആയി ബെന്നി സാറൊക്കെ നമ്മളിപ്പോൾ സാറുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഒരു സാറ് പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അത്രയും നല്ല ലീഡേഴ്സ് ഒക്കെ നിങ്ങളെ കൂടെയുണ്ട്. ആ ലീഡേഴ്സിനൊക്കെ കൈപിടിച്ചിട്ട് അവർ പറയുന്നത് എന്താണോ അത് അതേപടി മനസ്സിലാക്കിക്കൊണ്ട്, വിജയിച്ച ലീഡേഴ്സ് പറയുന്ന കാര്യം എന്താണോ അത് അതേപടി മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഇന്ന് ആളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മളെ വിഷയമല്ല. അതൊന്നും ചിന്തിക്കുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ആള് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മുമ്പിലേക്ക് വന്നു കഴിയും. നമ്മളെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിവാണ് നമ്മളെ ജീവിതത്തെ മാറ്റുന്നത്. ആ അറിവുകളല്ല, തിരിച്ചറിവാണ്. പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഉണ്ടേക്കാം, പക്ഷെ പ്രതിസന്ധികൾ നിങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടികളായിട്ട് നിങ്ങൾ അതിനെ കാണുക. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം വഴിവിളക്കുമായി നിങ്ങളെ മുമ്പിൽ കാത്തു നിൽക്കുന്നുണ്ടാവും.
അതിനെല്ലാവർക്കും വലിയ വലിയ വിജയാശംസകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.